മലബാറിൽ നിന്ന് വന്നിട്ട് UAE-ലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്, കൽമാസ്. ഈസ്റ്റേൺ റമദാൻ വിഭവങ്ങളിൽ ഇന്ന് കൽമാസ് പരിചയപ്പെടാം. അപ്പോൾ ചെമ്മീൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ കൽമാസ് നമുക്ക് പരിചയപ്പെടുത്തുന്നത് ബുഷ്രയാണ്. ബുഷ്ര എവിടെയാണ്? UAE-ൽ എവിടെയാണ്? UAE-ൽ ദുബായിൽ തന്നെ. ദുബായിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ബുഷ്ര? തുടങ്ങാം. ഓക്കെ, കൽമാസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ചെമ്മീൻ കൽമാസാണ് തയ്യാറാക്കുന്നത്. അപ്പം അതിന് മെയിനായിട്ട് ചെമ്മീനാണ് വേണ്ടത്. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. ചെമ്മീൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മസാലകളൊക്കെ വേണം. ഞാൻ ഈസ്റ്റേണിൻ്റെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഗരം മസാലയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനൊരു മാവ് തയ്യാറാക്കാൻ വേണം. അപ്പോൾ അതിന് ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ഒരു പത്തിരി പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഇതിൽ? നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇതിൽ നിന്ന് കുറച്ചൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ മതിയാകും ഗരം മസാല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കോക്കനട്ട് ഓയിൽ, ഈസ്റ്റേണിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കിതിലേക്കൊന്ന് ഒഴിക്കാം. അപ്പോൾ ഇതിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെമ്മീന് ഈ ഒരു ചൂടായ എണ്ണയിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ആ എണ്ണയിലാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ആ ചെമ്മീൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആ എണ്ണയിൽ നമുക്ക് ഇതൊന്ന് മസാല റെഡിയാക്കാം. സവാള ഇട്ടതിന് ശേഷം നമുക്ക് ഇനി ഈസ്റ്റേണിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം മസാലയിലോട്ട്. വഴറ്റിയെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാകും. അപ്പോൾ ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെമ്മീന് ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട. നമുക്ക് അത് ഫില്ലിങ്ങിൽ വയ്ക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി ഈ ഒരു മസാലയിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ആ ഫില്ലിങ്ങിൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 3 ടേബിൾ സ്പൂണ് തേങ്ങ കൂടി ഇട്ട് കൊടുക്കണം. മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസ്റ്റേണിൻ്റെ പത്തിരിപ്പൊടി എടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു, നമ്മളിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഈസ്റ്റേണിൻ്റെ പൊടി ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചെറിയുള്ളിയും പെരിഞ്ചീരകവും. ഈ ഒരു അരിപ്പൊടി, 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. എങ്കിൽ ഈ ഒരു മാവ് നമുക്കിപ്പോൾ വെള്ളം നന്നായിട്ട് ലൂസായിട്ട് ഇരിക്കും പോലെ തോന്നും. പക്ഷെ അടച്ച് വയ്ക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആവും. അതിന് ശേഷമാണ് ഇത് നമ്മൾ പരത്തിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ളത്. ഇത്രയും ഈ ഒരു മാവ് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. കൈ കൊണ്ട് പരത്തിയിട്ട് ഈ ഒരു ഫില്ലിങ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ചെമ്മീൻ മസാല ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വെച്ച് കൊടുത്താൽ നമുക്ക് അകത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. നന്നായിട്ട് കവർ ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ എടുക്കുന്ന ആ ഒരു ഷേപ്പിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ മസാലയൊക്കെ ഫില്ല് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മൾ ഒരു മാവ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടാണല്ലോ തയ്യാറാക്കിയത്. അപ്പോൾ ഇത് ഇനി നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഒരു 15 മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയാൽ മതിയാകും. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ഈ ഒരു മഞ്ഞൾപ്പൊടിയും എടുക്കുന്നുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മതിയാകും. ഞാനിവിടെ ഒരു 6 എണ്ണമല്ലേ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീൻ കൽമാസ്. നോമ്പായി പോയി, അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യായിരുന്നു. കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ചെമ്മീൻ കൽമാസ്. ബുഷ്രയ്ക്ക് ഈസ്റ്റേൻ്റെ വക ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഇത് ഗൾഫ് ഫോക്കസിൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ്.